ഇടപാടുകൾക്ക് പണമില്ലാതെ വന്നതോടെയാണ് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലായത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന പ്രാഥമിക സഹകരണ ബാങ്കുകളെ പണമിടപാടുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളെ പോലെ പ്രാഥമിക സംഘങ്ങൾക്കും ഇടപാട് നടത്തുന്നതിനുള്ള പണം അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് പ്രാഥമിക സംഘങ്ങൾ ഇതുവരെ പണമിടപാടുകൾ നടത്തിയിരുന്നത്. സാധാരണക്കാരന്റെ ആശ്രയമായ സഹകരണ സംഘങ്ങളെ റിസർവ് ബാങ്കിന്റെ നിലപാട് തകർക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തൃശൂരിലെ കല്ലേറ്റിൻകര സർവീസ് സഹകരണ ബാങ്കാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിനിടെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി AC മൊയ്തീൻ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണമെന്നും സഹകരണ മന്ത്രി ആവശ്യപ്പെട്ടു. പക്ഷെ ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ സഹകരണ മേഖല കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് കൃത്യമായ കണക്ക് പറയുന്നു. 30,000 കോടി രൂപയുടെ കള്ളപ്പണമുണ്ട്. അതിന്റെ മറവിൽ കൂടി ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്ക് പുറമെ അനാവശ്യമായ ഒരു വിവാദമുണ്ടാക്കി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ലക്ഷ്യം വെക്കുന്നത് ആരായാലും നല്ലതല്ല എന്നാണ് കേരളത്തിലെ സഹകരണ മേഖല പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം.